തിരുനെല്ലിയിൽ കൂട്ടം തെറ്റിയ കുട്ടിയാന ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. മുള്ളംകൊല്ലിയിലാണ് ആനക്കുട്ടി ഇറങ്ങി. നമ്മൾ നേരത്തെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴും അതേ മേഖലയിൽ തന്നെ തുടരുകയാണ്. ആനക്കുട്ടി തീരെ കുഞ്ഞാനയാണ്. അപ്പോൾ അതിൻ്റെ ആനക്കൂട്ടത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാർ നടത്തുന്നുണ്ടെങ്കിലും ഇതേവരെ അത് വിജയം കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേർന്നുണ്ട്. സുർജിത്ത്, ആ ദൃശ്യങ്ങൾ അതിൻ്റെ ഇടത് കാലിന് എന്തോ ഒരു പരിക്കുള്ള പോലെ തോന്നുന്നു. പരിക്കാണെന്ന് തോന്നുന്നു അല്ലേ അത്? തീർച്ചയായും പരിക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആന കാണുന്നുണ്ട് ഹാഷ്മി. ഈ സ്ഥലം എന്ന് പറയുന്നത് മുള്ളംകൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. തൃശ്ശിലേരിക്ക് അടുത്താണ് ഈ സ്ഥലം. ആ സ്ഥലത്തിപ്പോൾ ആന കാപ്പിത്തോട്ടത്തിൽ ഇപ്പോൾ ഇതിന് ഒരു കാപ്പിയുടെ താഴെ, കാപ്പി മരത്തിൻ്റെ താഴെ കിടക്കുകയാണ്. പരിക്കുണ്ട്. പരിക്ക് സാരമായ പരിക്ക് തന്നെയാണ്. പരിക്ക് എന്ന് പറയുമ്പോൾ പോലും ആ പരിക്ക് വളരെ ഗൗരവമുള്ള പരിക്ക് തന്നെയാണ്. ഇടതു കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പരിക്ക് പറ്റാനുള്ള കാരണം ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗം ആക്രമിച്ചതാകാമെന്നുള്ളത്. കടുവ അടക്കമുള്ള വന്യമൃഗങ്ങൾ ആക്രമിച്ചതാകാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് തൃശ്ശിലേരി മേഖലയാണ്. അതായത് തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരി മേഖലയാണ്. ആ തൃശ്ശിലേരി മേഖലയിലാണിപ്പോൾ കാട്ടാന, ഈ കുട്ടിയാന, അത് ഒരു കാപ്പി ചെടിയുടെ താഴെയായി കിടക്കുന്ന ഒരു കാഴ്ചയാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല പരിക്കാണ്, സാമാന്യം നല്ല പരിക്കാണ് ഉള്ളത്. എന്തായാലും ഇതിനകത്ത് അതിങ്ങനെ കിടക്കുകയാണ്. RRT സംഘവും ഒപ്പം തന്നെ പോലീസ് സംഘവും ഇവിടെയുണ്ട്. ആളുകളെല്ലാം തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ആളുകളെ ഇവിടെ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ നിലവിൽ പോലീസ് ഉൾപ്പെടെ ഇവിടെ ആളുകളെല്ലാം പൂർണ്ണമായും മാറ്റി. ഇനി ഇതിനെ ഒന്നുകിൽ മയക്കുവെടി വെച്ച് അവിടെ നിന്നും മാറ്റേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം അത്യധികം അപകടകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ച് നല്ല പരിക്കുണ്ട്. ആനയെ സംബന്ധിച്ചിടത്തോളം നല്ല പരിക്കുണ്ട്. ഒരു കുഞ്ഞൻ ആനയാണ്. ആന ഇവിടെ ഏതാനും തീർച്ചയായും വളരെ ചെറിയ ആനയാണ്, പക്ഷേ നല്ല പരിക്കുണ്ട്. അതിൻ്റെ കാലിന് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട്. അതാണ് ഒരു പ്രതിസന്ധിയായി കാണുന്നത്. ആ പരിക്ക് എത്രമാത്രം ആഴത്തിലുള്ളതെന്ന് തന്നെ പരിശോധിച്ചാൽ മാത്രമേ അറിയൂ. ഇവിടെ ഇപ്പോൾ RRT സംഘം എത്തിയിട്ടുണ്ട്. ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘവും ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ആ കാഴ്ച, അതിപ്പോൾ ആനപ്പോൾ കാപ്പിത്തോട്ടത്തിന് താഴെ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും അതിനെ ഇവിടെ നിന്നും സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ശ്രമം ആണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇതിനെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആനയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ആനയാണ്, ഇടത് കാലിനാണ് പരിക്ക്. ആ പരിക്ക് ഗൗരവമുണ്ട്, ഗുരുതരമായ പരിക്കാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ആ പരിക്കിൻ്റെ ആഴം ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ RRT സംഘം ഒപ്പം തന്നെ വനം വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. SOG സംഘം അടക്കമുണ്ട്. SOG സംഘം ഒരു ഭാഗത്തുണ്ട്, ഒപ്പം തന്നെ RRT സംഘമുണ്ട്. അവർ അതിനെ പരിശോധിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയാന ഇപ്പോഴും ഒരു കാപ്പിച്ചെടിയുടെ താഴെയായി ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാപ്പിച്ചെടിക്ക് തൊട്ട് താഴെയാണ് ഈ ആനയുള്ളത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് ഈ ആനയുടെ സാന്നിധ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ പല ഭാഗത്തായി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് കടന്നു വരികയാണ്. അതിനെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ള തരത്തിലേക്കുള്ള ആ ഒരു ദൗത്യമാണിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാരണം ആനയുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കാലിനേറ്റ പരിക്കാണ്. ആ പരിക്ക് അല്പം ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ആ പരിക്ക് ഗുരുതരമായതിനാൽ തന്നെ അതിനെ സുരക്ഷിതമായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഇതൊരു കാപ്പിത്തോട്ടമുള്ള മേഖലയാണ് ഹാഷ്മി. ആ കാപ്പിത്തോട്ടത്തിനടുത്താണ് ഇങ്ങനെ ആനയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഇതിന് സമീപത്തായ റോഡുകളിൽ ഉൾപ്പെടെ ഈ ആന ഇങ്ങനെ നടക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന പൂർണ്ണമായും അത് വളരെ അവശ നിലയിലാണ്. അതിന് കാരണം നല്ല പരിക്കുണ്ട്. ആനയ്ക്ക് നല്ല പരിക്കുണ്ടല്ലേ ഏട്ടാ? പരിക്കുണ്ട്. എന്താണ് കണ്ടത്? ആനയെക്കുറിച്ച് ശരിക്കും എനിക്കറിയില്ല. ചെവി ഒരു വർഷം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മുറിവുണ്ട്. വേറെ കുഴപ്പമൊന്നും ഞാൻ അപ്പോൾ അവിടെ കൊണ്ടു. അതിൻ്റെ തള്ളയുണ്ടായിരുന്നു കൂടെ. തള്ള അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പം കുറച്ചത് ഇവിടെ പോർച്ചല്ലേ, ഇതിൻ്റെ തൊട്ടപ്പുറം പോർച്ചാ. ആ പോർച്ചുണ്ട്. അതാ കരയുന്നത് കേൾക്കാം. തള്ള കുറച്ചപ്പുറം. തള്ളയാന അപ്പുറത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ അപ്പുറം വനമേഖലയാണ്, തിരുനെല്ലി കാടുകളാണ്. ആ കാടുകൾക്കപ്പുറത്ത് അവിടെ ആനയുണ്ട്. ആനയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിരുന്നോ? ആനയെ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, നേരിട്ട് കണ്ടില്ല. ആനയെ നേരിട്ട് ചേട്ടൻ കണ്ടിരുന്നു? കണ്ടിരുന്നു. ഇത് രാവിലെ വെളുപ്പിന് 4 മണിക്കാണ് അവിടുന്ന് കരയുന്നത്, കൊല്ലിന്ന്. നമ്മളവിടെ നിന്ന് അടുത്തുനിന്ന് 6 മണിക്ക് ഞങ്ങൾ പാല് കൊടുക്കുമ്പോൾ അവിടുന്ന് കരയുന്നുണ്ട്. അവിടുന്ന് കടുവ ഓടിച്ചിട്ടാണ് ഇത് ഓടി വന്നത്.
കടുവ ഓടിച്ചിട്ടാ വന്നത്. ഉം. കടുവ കടിച്ചതായിരിക്കാം കടുവ കടിച്ചത് അത്. എവിടെയൊക്കെ ഇടതുകാലിനും ചെവിക്കൊക്കെ പരിക്കുണ്ട്. അല്ല മറ്റേ തുമ്പിക്കുണ്ട്, കാലിനുണ്ട്, രണ്ട് സ്ഥലത്തും. അതിന് തള്ളയാന അവിടെ നിന്ന് തള്ള അവിടെ കരയുന്നു. വനത്തിനകത്താണോ മനസ്സിലാത്ത. ഇവർ പറയുന്ന കാര്യം, ഈ നാട്ടുകാരാണ്, ഇവർ പുലർച്ചെ മുതൽ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വനമാണ്. ആ വനമേഖലയിൽ ഈ ആന തള്ളയാന നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് അകത്തു നിന്ന് ഇങ്ങനെ ഓടിച്ച് ഇവിടേക്ക് വിട്ടതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആന ഉള്ളത് ഒരു കാപ്പിത്തോട്ടത്തിൽ, ഒരു കാപ്പിച്ചെടിക്ക് താഴെയായി അതിങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനംവകുപ്പിൻ്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി ആനയെ ഇവിടെ നിന്നും ചികിത്സ നൽകി സുരക്ഷിതമായി അതിനെ മാറ്റാനോ തള്ളയാനയ്ക്ക് അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ തള്ളയാനയ്ക്ക് അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമായ കാര്യമല്ല. പരിക്ക് അല്പം ഗുരുതരമായ പരിക്കാണ് എന്നുള്ളതാണ് പ്രതിസന്ധി. ആ പരിക്ക് അതിനെ എടുത്ത് പരിചരിച്ച് കാട്ടിലേക്ക് തിരികെ വിടുക എന്നതല്ലേ നടക്കൂ, തീരെ വയ്യാതെ കിടപ്പാണെങ്കിൽ? തീർച്ചയായും എടുത്ത് പരിചരിച്ച് കാട്ടിലേക്ക് വിടുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ തള്ളയാന മറുഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത പ്രതിസന്ധി. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട്, പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, റാപ്പിഡ് റെസ്പോൺസ് ടീമും ഒപ്പം തന്നെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ അതിനെ പരിചരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അതിനെ സുരക്ഷിതമായ രീതിയിൽ മാറ്റണമെങ്കിൽ അതല്പം സമയമെടുക്കുന്ന നടപടിയാകും. കാരണം നല്ല പരിക്കുണ്ട്. നല്ല പരിക്ക് എന്ന് പറയുമ്പോൾ അതിന് തുമ്പിക്കൈക്ക് പരിക്കുണ്ട്, ഒപ്പം തന്നെ കാലിന് പരിക്കുണ്ട്, ശരീരത്തിൽ പല ഭാഗങ്ങളിലായി പരിക്കുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ അതിനെ പരിചരിച്ച ശേഷം ആയിരിക്കും ഒരുപക്ഷെ തള്ളയാനയ്ക്ക് അടുത്തേക്ക് വിടുക. ആ നടപടി അല്പം സങ്കീർണമായ നടപടി തന്നെയാണ് വനംവകുപ്പിന് മുമ്പിലുള്ളത്. എന്തായാലും RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർ, അതായത് ഈ വെറ്റിനറി സംഘം ഉൾപ്പെടെ, ഒരുപക്ഷെ ഡോക്ടർ രാജേഷ് മോഹൻദാസ് തന്നെയാകും ഇവിടേക്ക് എത്തുക. അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള വെറ്റിനറി വിദഗ്ധ സംഘം ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഒരുപക്ഷെ പരിചരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. പക്ഷേ അതേ നടക്കാൻ വഴിയുള്ളൂ. കാര്യം കടുവ കടിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ മറുതലക്കൽ അതിന്റെ അമ്മയാന നിൽപ്പുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് അതിനെ അവിടെ നിന്ന് എടുത്ത് അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുത്ത് വിശ്രമം കൊടുത്ത് തിരികെ കാട്ടിലേക്ക് വിടുക എന്നുള്ളത് ഒരു രീതിയാണ്. പക്ഷേ അതെങ്ങനെ നടക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.